ഹലോ കൂട്ടുകാരി, കപ്പയും കാന്താരിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ സ്റ്റഫ്ഡ് പൊറോട്ടയാണ്. വേണ്ട സാധനങ്ങൾ: ആട്ട കുഴച്ച് വെച്ചിട്ട് ഒനിയൻ, ചിക്കൻ, ഇഞ്ചിയും വെളുത്തുള്ളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, സ്മാഷ്ഡ് പൊട്ടറ്റോ, ഗ്രീൻ ചില്ലി. ഈ ചിക്കൻ ഇങ്ങനെ ആക്കിയാൽ എങ്ങനെയാണെന്ന് ഡൗട്ട് ഉണ്ടാകുമല്ലേ? ചിക്കൻ നമ്മൾ ചുമ്മാ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് ബോയിൽ ചെയ്തിട്ട് ചെറിയ പീസാക്കി മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുത്തതാണ്. സ്മാഷ്ഡ് പൊട്ടറ്റോ വെറുതെ ബോയിൽ ചെയ്തിട്ട് ഉടച്ച് വെച്ചേക്കുവാണ്. നമുക്ക് ഗ്യാസ് കത്തിക്കാം, ചീനച്ചട്ടി വെക്കാം, നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്, കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് നന്നായിട്ട് ഇളക്കി മൂപ്പിക്കുക. പച്ചമുളക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് സോട്ടായി കഴിഞ്ഞിട്ട് നമുക്ക് സവാള, ചോപ്പ് ചെയ്ത സവാള നന്നായിട്ട് അരിഞ്ഞിട്ട് സവാള ഇട്ട് കൊടുക്കാം. അത് അത്യാവശ്യം നല്ലൊരു സോട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് മസാലകൾ ഇടാം. ആദ്യം മഞ്ഞൾപ്പൊടി ലേശം മതി. നമുക്ക് മുളക് പൊടി ഇടാം. മുളക് പൊടി നമുക്ക് നല്ലപോലെ ഇളക്കി മൂപ്പിക്കാം. മുളക് പൊടി സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് മല്ലിപ്പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, നമുക്ക് ഇളക്കി മല്ലിപ്പൊടി നമുക്കൊന്ന് മൂപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്കിനി ചിക്കൻ മസാല ഇടാം. നല്ലപോലെ ഇത് മൂത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ചിക്കൻ മസാല ഇടണം. ഇത് നല്ലപോലെ ഒന്ന് മൂക്കണം. നന്നായിട്ട് ഇളക്കുക. ചിക്കൻ മസാല ഇട്ട് കൊടുക്കുക. ഗരം മസാല ആയാലും മതി, വീട്ടിലുള്ള എന്താണെന്ന് വെച്ചാൽ അത്. ഗരം മസാലയാണ് കുറച്ചുകൂടെ നല്ലത്. ഇനി നമ്മൾ ബോയിൽ ചെയ്ത് പൊടിച്ച് മിക്സിക്കകത്തിട്ട് പൊടിച്ച് വെച്ചേക്കുന്ന ചിക്കൻ ആയിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ടത് മിക്സ് ആട്ടെ. ഇച്ചിരി വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക, കുറച്ച്. നമുക്ക് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് പാകത്തിന് ഉപ്പിട്ട നമ്മൾ ചിക്കനൊക്കെ, അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ആവശ്യത്തിന് ഉപ്പിടുക. നമ്മളിനി ഇത് കുറച്ചെടുത്ത് മാറ്റി വെക്കുവാണ്. കുറച്ച് വേറൊരു ഐറ്റം ഉണ്ടാക്കാം. നമുക്ക് പൊട്ടറ്റോ ഇടുന്നതിന് മുമ്പേ കുറച്ച് മാറ്റി വെക്കുക. നമുക്ക് ഈ വീഡിയോയിൽ തന്നെ അത് ഉണ്ടാക്കാൻ നോക്കാം, പക്ഷേ ലെങ്ത് കൂടാതിരിക്കാൻ നമുക്ക് മറ്റൊരു വീഡിയോ ആക്കാം, അത് ചെറിയ വീഡിയോ. ഇനി പൊട്ടറ്റോ ഇടുക. പൊട്ടറ്റോ ഇട്ട് നല്ലൊരു മിക്സ് ചെയ്യുക. നമ്മുടെ മസാല പരിപാടി കഴിഞ്ഞ് നമുക്കതൊരു ബൗളിലോട്ട് മാറ്റാം.
നന്നായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അത് സ്റ്റഫ് ചെയ്യാനുള്ള ബോളുണ്ടാകും. ആട്ട കുഴച്ച് വെച്ച് നമ്മൾ ചെറിയ ചെറിയ ബോളുകളാക്കുക. ചെറുതല്ല, അത്യാവശ്യം വലിപ്പമുള്ളത് രീതി. ചപ്പാത്തിക്കാട്ടി കുറച്ചുകൂടെ വലിപ്പമുള്ളത്. എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇച്ചിരി പൊടി ഇട്ടിട്ട് ഒരുപാട് പരത്തരുത്, അത്യാവശ്യം കട്ടിയിൽ തന്നെ ജസ്റ്റ് ഒന്ന് പരത്തിയിടുക. എന്നിട്ട് നമുക്ക് നമ്മുടെ മസാല, ചിക്കൻ മസാല എടുത്തിട്ട്, ചിക്കൻ മസാല എന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കിയ ചിക്കൻ്റെ മസാല, അതുണ്ടാക്കി ഇത് എടുത്ത് നമ്മൾ ഒരു ഉരുട്ടിയിട്ട് നമുക്ക് സെൻറ്റർ വെച്ചിട്ട് സ്റ്റഫ് ചെയ്യാം. ഇതിങ്ങനെ അടുപ്പിച്ച് കൊടുക്കാം. ഇനി നമ്മൾ ബോൾ നേരെ കയ്യിലോട്ട് തിരിച്ച് വെച്ചിട്ട് റോൾ ചെയ്യുക, അല്ലെങ്കിൽ ഇത് ബോൾ പൊട്ടാൻ ചാൻസ് ഉണ്ട്. ബോളായിട്ടുണ്ട്. നമുക്ക് ബാക്കിയും കൂടെ അതുപോലെ ചെയ്യാം. എല്ലാം ബോളായിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട്. നമുക്കത് പരത്താം. പൊടിയിൽ അങ്ങോട്ട് നോക്കിയിട്ട് ഒരുപാട് പ്രസ് ചെയ്ത് പരത്തരുത്, ഉള്ളെല്ലാം നമ്മുടെ ഫില്ലിങ് എല്ലാം പുറത്ത് ചാടും. നൈസായിട്ട് പരത്തി കൊടുക്കുക. അങ്ങനെ പൊട്ടത്തൊന്നുമില്ല, പിന്നെ ഒരുപാട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം പൊട്ടിപ്പോകും. നന്നായിട്ട് പരത്തി എടുത്തിട്ടുണ്ട്. മാക്സിമം അങ്ങ് കനം കുറയ്ക്കരുത്. നമുക്ക് നമ്മുടെ പാൻ വെക്കാം. നമ്മുടെ ദോശത്തവ, എന്താ ഇതിന് പറയുന്നത്? ദോശത്തവ, ഒന്ന് തന്നെ പറയാം. നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ച് നല്ല സെറ്റായി ചൂടായിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ട് ഇട്ടു. നമുക്കിനി മേളിൽ ഇച്ചിരി വെളിച്ചെണ്ണ ഇങ്ങനെ തളിച്ചു കൊടുക്കാം. നല്ലപോലെ ഒന്ന് തൂത്തിടും. കരിഞ്ഞു നോക്കാതെ സൂക്ഷിക്കണം. സ്ലോ ഫയറിലിടുക. എന്നാൽ ഒരുപാട് സ്ലോയോ ആകരുത്, നമ്മുടെ പൊറോട്ട ഹാർഡാകും. തിരിച്ചു മറിച്ചൊക്കെ കൊടുക്കുക ചൂടനുസരിച്ച്. ഇത് നമ്മൾ മുമ്പേ എടുത്ത് വെച്ച മസാലയില്ലേ, അത് വെച്ച് നമ്മൾ ഒരു ഐറ്റം കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അത് നമ്മൾ ഇന്ന് തന്നെ ചെയ്യും. സമയമുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യാൻ നോക്കാം, അല്ലെങ്കിൽ നാളെ ആ വീഡിയോ ആയിരിക്കും ഇടുന്നത്. അത് സിമ്പിളാണ്. ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ബാക്കിയും കൂടെ ചുട്ടെടുക്കാം. നല്ല ഫുൾക്ക പോലെ പൊങ്ങിയിട്ടുണ്ട് അതിൻ്റെ അകത്തെ ലെയർ. കണ്ടോ, ബലൂൺ പോലെ പൊങ്ങിയിരിപ്പുണ്ട്. നല്ല സൂപ്പർ ഐറ്റമാണ്. എല്ലാവരും വീട്ടിൽ പരീക്ഷിച്ച് നോക്കണം. കറിയുടെ കൂടെയൊക്കെ കഴിക്കാം. ഇപ്പം ഞാൻ കറിയൊന്നും ഉണ്ടാക്കില്ല, ഒരു സോസിനൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും കണ്ടെല്ലാം സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.
സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ബൈ ബൈ.